ഇതാണ് ഇപ്പോൾ നമ്മൾ കേബിൾ കാർ പോകാനുള്ള വഴിയാണ്. കുറേ ആൾ മേലേക്ക് സ്റ്റെപ്പുകൾ ഇട്ടാ. ഇതാണ് കേബിൾ കാറിൻ്റെ സെറ്റപ്പ്. ഇവിടെ നിന്നാണ് പുറപ്പെടും മോനെ. ഇവിടുന്ന് അങ്ങനെ പോയിട്ട് ആണ്ട് പോവും ഹിമാലയത്തിൻ്റെ കാഴ്ചകൾ കണ്ടിട്ട് വരാൻ. ഉണ്ടല്ലേ? ഓ കുന്നിൻ്റെ മേലാണ് വരുന്ന കാലത്ത്. ഇതിന് മേലക്കാട്ട് പോണത്. ഉണ്ടല്ലേ? അങ്ങോട്ടുള്ള വ്യൂ കണ്ടില്ലേ? ഒന്നും പറയില്ല. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. ഇനി അങ്ങനെ അടിയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ ഐസൊക്കെ കാണുന്നുണ്ടല്ലോ. ഐസ് ലാസ്റ്റിക്ക് നോക്കി അറിയാൻ പറ്റും. മലൻ്റെ ഐസുകൾ രക്ഷയില്ല. ഇവിടെ ഉണ്ടല്ലോ ചെറിയ ഗസ്റ്റ് ഹൗസ് പോലുള്ള ചെറിയ ചെറിയ ഹട്ട് പോലുള്ള വീടുകൾ. ഹിമാലയൻ വ്യൂ ആണ്. സെറ്റ് കേറിക്കോ. സാധനം വരുന്നുണ്ട്. അതാ പോണ് മക്കളെ. ഹൈറ്റ് പോണ്. അവിടുന്ന് വേറെ ടീംസ് വരുന്നുണ്ട് കേട്ടോ. ഇങ്ങോട്ട് എടുത്തോ ബോസേ. ഇങ്ങോട്ടെടുക്കടാ ബോസ്, ഇങ്ങോട്ടെടുക്ക്. ഇതാ അയാൾക്ക് വയറ് കാളിയുണ്ടാവും കേട്ടോ. ഇത് ഉറപ്പാണ് മൂപ്പർക്ക് വയറ് കാളിയുണ്ടാവും. ഉണ്ട്. കുലിക്കല്ല. എന്റെ മൊബൈല് താഴെ പോവും. അതുകൊണ്ടാ പറഞ്ഞു. അവിടുന്ന് വേറെ വണ്ടി ഇങ്ങോട്ട് വരുന്നേ. ഇതേപോലെ ഇങ്ങോട്ട് ഇറങ്ങുമാണല്ലേ നമ്മള്. അയാൾക്കുള്ള ധൈര്യമൊക്കെ കൊടുത്തിട്ട് വ്യൂ നോക്കാം മോനെ. ബാക്കിലേക്ക് ഉടച്ചോനെ. ഇറങ്ങിയ കൈ പറഞ്ഞു അങ്ങനൊന്നും എടുക്കല. ഓന് കസാലയൊക്കെ ഇരിക്കണ മരിക്കും. അയ്യത്തിട്ടൊക്കെ ഒരു രക്ഷയില്ലട്ടാ. ഒരു രക്ഷയില്ല. അതാ ഈ ചങ്ങായി ഒറ്റക്ക് പോണ്. സ്കൂട്ടിമ പോയി ഇവിടുന്ന് മൊബൈൽ താഴെ പോയി എടുക്കാൻ പറ്റൂല. നടന്നു വരാം. നിങ്ങൾ ഇടലി ഇട്ടോ നടക്കാൻ വെച്ച ആ വള്ളി കൈമ കൂടി ഇട്ടാളി പേടി. മലർക്കൊടിയേ ഞാനെന്നും പുഴയരികിൽ പോകുമ്പോൾ വളർന്നു വരും മൊഞ്ചുള്ളൊരു പെണ്ണിനെ കണ്ട് അവളുടെ സുന്ദരമാം കണ്ടേ. ഇനിയൊരു കാശ്മീരും പോകണ്ടേ, നമുക്ക് നേരെ വരെ പോവാം. എന്താ വ്യൂ മോനെ, മാഷാ അല്ലാഹ്. പഠിച്ചോനെ ഇതാ കാലടിച്ചു പോണ്. എടാ ഇതുവരെ ഇവിടെ സ്റ്റോപ്പ് ആവണ്ടേ. ഇനി ഇതിൽ കൂടുതൽ എവിടെ പോകാനാന്ന്. അവിടെ വേറെ കേബിൾ ടി വി ഉണ്ട് കേട്ടോ. കേബിൾ കാർ കേബിൾ ടി വി. ആ ഇവിടെ കുതിരകൾ കണക്കാ. ആ കുതിര സഫാരി ഉണ്ടോ അവിടെ. എന്തായാലും നടന്നിട്ട് പോകണ്ട. ഇത് നടക്കണമെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. ആ അത് നമുക്ക് 4 വണ്ടി ഉള്ളിൽ പോയാൽ മതി. പേടിച്ചോ? ഇവരെ കുതിര ഉണ്ടെന്ന് പറഞ്ഞു. കുതിരമ്മതാ ആ മലന്റെ മേലെ കൊണ്ടുപോകാനുള്ള പരിപാടിയാണ്.
7 കിലോമീറ്റർ ഉണ്ട് അത്ര ആ മലന്റെ മേലേക്ക്. അല്ല 3.5 കിലോമീറ്റർ. അവിടെ പോയി വരാൻ 7 കിലോമീറ്റർ. 500 റുപ്യാണ് പറഞ്ഞത്. 500 റുപ്പീസാ പറഞ്ഞത്. കുറച്ച് കോട്ടേജുകളൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ മാൻമേഡ് ലേക്ക്. മാൻമേഡ് ലേക്ക് കുതിരമേട് മേലേക്ക് കയറി പോവാണ്. ആർക്കും വിളിക്കല്ലേ കൈ മാറിക്കൊടുക്കടാ. ആ ഗഫൂറ ഏത് കാശ്മീർ പോയാൽ എനിക്ക് കിട്ടുക? കുതിരമ കേറാൻ തന്നെ എത്ര പൈസ ആവും അറിയാം? ഇങ്ങോട്ടാവോ കുതിരനെ 2 അടി അടിച്ചോക്കാം. ഓടുണ്ട്. വേണ്ട ഓടണ്ട. എന്തിനാണ് ഞാൻ വിടാന്? ഞാൻ വീഡിയോ എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ വരികയാണ്. അല്ല കുതിരയുടെ മാസ്റ്റർ ഓന്റെ കഴുത്ത് കേൾക്കുന്ന സാധനം അടിക്കണേ നടക്കണേ. അതിന്റെ കഴുത്തിലൊക്കെ ഉണ്ടല്ലോ മണി. ലേക്കാ കാണുന്നത്. ആ പോട്ടെ ആ കോടെ പോട്ടെ. കല്ല് കുത്തുകൂടൊക്കെ പോണ പറച്ചോനെ. ഈ വീഡിയോ എടുക്കണ്ടാ? അവിടെ വീഡിയോ എടുക്കടാ. ഗഫൂറ എടാ ഗഫൂറ എന്റെ ഇത് കാട്ടറ കണ്ടടാ. അവിടുത്തെ കോട്ടേജുകളുണ്ടല്ലേ? ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു എക്സ്പീരിയൻസ് ആണെന്ന്. എന്താണ് ഹിമാലയത്തിന്റെ സൈഡിൽ കൂടെ കുതിരമേ പോണ മേലക്ക്? ആ കാട്ടിന്റെ ഉള്ളിക്കാ പോണത് മേലക്ക്. എങ്ങനെ പോണു നോക്കി അടിച്ചിക്കൂടെ കുതിര. അത് സ്ലിപ്പാവൂലേ? നിങ്ങളോട് പറഞ്ഞത് ലെഫ്റ്റിലിരിക്കാൻ നല്ലപോലെ ഇരിക്കാന്. ഞങ്ങള് രാജാക്കന്മാരായിട്ടാ. ഇപ്പൊ രാജാക്കന്മാരെ പോലെ ഇങ്ങനെ കുതിരമ്മ പോയിക്കൊണ്ടിരിക്കാണ്. എന്റെ പട്ടാളക്കാരെ ബാക്കിൽ വരുന്നേ. കല്ല് ഓ ഹിമാലയം മക്കളെ. ഓ കറക്റ്റ് അല്ലെന്ന്. ലെഫ്റ്റ് തിരിക്കുക നല്ല പോലെ. പോട്ടെ കുതിര പോട്ടെ. തിരിഞ്ഞു നോക്കി. ഇത് ഓഫ് റോഡാണ്. സജിയ തിരിഞ്ഞു നോക്കിയ. നമ്മള് രാജാക്കന്മാരാണ്. ഇതൊന്നും പേടിക്കാൻ പാടില്ല. ചക്രവർത്തിയാണ്. വെള്ളം കുടിക്കട്ടെ. वेट करो घोड़े को पानी दे दो. थोड़ा पानी पिएगा फिर जाएगा. सेट है पूरा. ഞാൻ അത് കാരണം വീണെന്ന് പറയണ്ടല്ലോ. ഓ ചേട്ടാ എന്നെ കാണാൻ ചക്രവർത്തി പോലെ തന്നെ ഉണ്ടോ? രാജാവിന്റെ പോലെ ഉണ്ട്. പണ്ടത്തെ പഴശ്ശിരാജൊക്കെ ഇല്ലേ? ആ ഹെൽമെറ്റിന്റെ കുറെ. നിങ്ങൾ പോവല്ലേ? നിങ്ങൾക്ക് വെള്ളമൊന്നും വേണ്ട.
घोड़े में चलने वाले ഇത് രണ്ടു വയ്ക്കല്ലേ പോണു കുറച്ചോനെ ഇതെങ്ങനെ നമ്മൾ കേറിയത് ഈ ഇടയിൽ കൂടെ ഒക്കെയാണല്ലോ പോണത് ഇതിന് തോന്നിയ പോലൊക്കെ പോണത് രാജാ വന്നേ ചക്രവർത്തി വന്നേ നമ്മളതിന്റെ മേലേക്ക് കയറണം ഓ ആരാണ് രാജാവ് ക്ലോസ് ചെയ്താടാ കേബിൾ കാർ വേണ്ടല്ലോ ഇതുണ്ടാവുമ്പോ ഇതിന് കേബിൾ കാർ മേലേക്ക് ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ കാട്ടുകേട്ട പോണം അവിടെ ഒരു കാടുണ്ട് അങ്ങോട്ട് കേറി പോണം അപ്പൊ ഗോഡേമേ ചലരേ വാല ഗോഡേമേ ഇങ്ങനെ ചലനേ വാല ഓ യജാതി വ്യൂ നോക്കാണ്ടൊക്കെ പോട്ടെ പോട്ടെ ഗോഡെ चलो घोड़े चलो नहीं भागने का भाई नहीं भागने का भाई रनिंग नहीं करो भाई आराम से भाई किधर जा रहे भाई किधर 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 सीधा सीधा बैठो भाई പോട്ടെ 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 3.5 കിലോമീറ്റർ ആണ് കേറി പോവാണ്ട് 3.5 കിലോമീറ്റർ വെറും 500 രൂപക്ക് ആ ചലോ ഭായ് ചലോ ഞാൻ ആലോചിച്ച് നോക്കണല്ലോ ഇവർ ഇങ്ങനെ നമ്മളെ ഗേറ്റ് വിട്ടിട്ട് വരാതിരിക്കണെങ്കിലോ ഇതങ്ങനെ കേറി പോണട്ടോ മേലേക്ക് ഇതില്ലേ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആട്ടോ സൂപ്പർ സംഭവം ഒന്നും പറയാനില്ല നമ്മൾ വന്നില്ലേ കുടുങ്ങിയില്ലേ ഗഫൂറ ഇല്ല ഇവിടെ നിർത്തിയിട്ട് ഇവിടുന്ന് നിർത്തിയിട്ട് പോകും മേലെ നല്ല വ്യൂ ഉണ്ട് കാട്ടിനുള്ളിൽ കാട്ട പോണേ അതിനൊക്കെ വിട്ടു പോന്നിട്ട് ഇപ്പൊ കാടിന്റെ ഉള്ളിൽ കയറി പോവാണ് ഗഫൂർ അതിന്റെ ഇടയിലായി വന്ന് വീഴും ചെയ്ത് जास्ती ये रोपे जास्ती टाइट हां टाइट है लूज है उसका लूज है टाइट है കാടല്ലോ നിക്കടാ ആരെ പൊന്തേന്ന് കേറിയിരുന്നു പോയാടെ കിട്ടുന്നില്ല ആ ടിപ്പു സുൽത്താൻ തൊപ്പിച്ച മാതിരി മക്കളെ എന്താ വ്യൂ ഉള്ള പടച്ചോനെ കാടാണിത് കാട് കാട്ടിക്കാണ് സജിയെ കേറി പോണത് നമ്മള് പണ്ടത്തെ രാജാക്കന്മാരെ പിൻഗാമികളാണെന്നൊക്കെ തോന്നുന്നുണ്ട് എന്റെ പട്ടാളക്കാരാണോ പിന്നിൽ വരുന്നേ അവിടെ പശുവിനെ വളർത്തല്ലേ കാശ്മീർ പശുവല്ലേ അല്ലല്ല കുതിര മറ്റേ സാധനം ആ ബുള്ളിജറാ അതാണ് കാശ്മീർ അങ്ങനത്തെ ഫോട്ടോ കണ്ടോ ഇതെങ്ങനെ താഴ്ത്തിരിക്കാൻ ആർക്കും എന്തൊക്കെ ഇഷ്ടമില്ല ഞങ്ങളൊക്കെ കേട്ടു വരുള്ളൂ കേറിക്കോ ഗോഡ കേറിക്കോ അല്ല സ്ലിപ്പ് ആവണ കണ്ടിട്ടാ അവിടെ നല്ല കുതിര കാർത്ത കുതിര എറിഞ്ഞു ആട്ടാണ് അതിന് ആ പോയിക്കൊണ്ടിരിക്കണ്ട മേലക്ക് ഇനിയും കൊറേ പോകാൻ തോന്നുന്നു ഇതൊക്കെ കുറച്ച് തീർത്ഥാടകർ ഇതാ പോണു പണ്ട്
നമ്മളിഞ്ഞ് മേലക്കാട്ട് കയറി പോണം. ഇങ്ങനെ പോവാണ്. ഭയങ്കര വ്യൂക്കാട്ടോ പോണത്. നല്ല അടിപൊളി കിടിലൻ സ്ഥലത്തേക്ക് നമ്മളിനി പോണം. ആ കാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പൊ ഇങ്ങനെ അങ്ങോട്ട് മലന്റെ മേലെ പോവാണ്. ഓ നൈസ് നൈസ്. ആ മതിൽ കുതിര ഇങ്ങനെ കയറാൻ പറ്റില്ല. അങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് എങ്ങനെ പോണോ പഠിച്ചോ? കൂടെ എങ്ങനെ പോന്നോ? जा वेट करो भाई थोड़ा. ഓ ഭയങ്കര വ്യൂ, ഒന്നും പറയാനില്ല. അതിന്റെ മേൽക്കൂടി കയറ്റാൻ പറ്റുന്ന ഹിമാലയത്തിൽ പറഞ്ഞ പൈസ പറഞ്ഞ വിചാരിച്ചു. ഈ കല്ലുകുത്തു കൂടെ ഒക്കെ പോണം. ഇതിന്റെ ഇടയിൽ കൂടെ അങ്ങനെയൊക്കെ പോവാണ്. ഗഫൂർ കണ്ടില്ലേ ഒറ്റക്ക്? ഗഫൂറേ ഒറ്റപ്പെട്ടിരിക്കാണ്. എന്താ വ്യൂ! ഹിമാലയ വ്യൂസ് ആണിത്. നല്ല തണുത്ത കാറ്റ് അടിക്കണ്ടിട്ടാ. ഒന്നും പറയാനില്ല. സീനറി മേലൊക്കെ കോട ഇറങ്ങിയിട്ട് അവിടെയൊക്കെ ഐസും അവിടെയൊക്കെ ഐസൊക്കെ ഉണ്ട്. അത് കാണില്ല, ഐസാണ്, ഫുള്ള് ഐസാണ് കാണണേ, മേഘല്ല ഐസ്. മലൻ്റെ മേലെ ഐസാണത്. അതല്ലേ ഇപ്പം അങ്ങോട്ടൊക്കെയാണ് പോകാനുള്ളത്. ഇൻഷാ അല്ലാഹ്. പൊളി സ്ഥലം. ഓസ് എവിടെ? കമ്മിങ്. ലാക്കിൻ്റെ പാറ നിൽക്കുന്നുണ്ടല്ലേ. ആ വരികയാണ്. കുതിരക്കാരോട് രാത്രി വന്നാൽ മതി പറഞ്ഞാലോ. എന്റെ കുതിരോട് പോകാലോ. മല കഴിയുമ്പോ എന്താ പറഞ്ഞാൽ ഉച്ച ചോദിച്ചു എവിടെ നോക്കിയാലോ. സജി same to same. എല്ലാരും കൂടി നിയാസിനെ പോയി. ഞാൻ എന്താ ഇപ്പൊ സംഭവം? ഒന്നുമില്ല മക്കളെ നമ്മുടെ അടുത്ത്. ഫോട്ടോ വീഡിയോ ഒക്കെ ഉണ്ടോ? നോ ഒബ്ജക്ഷൻ ലെറ്റർ.